നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ട്രസ്റ്റിന്റെ പേരിൽ വീട്ടിൽ പിരിവിനെത്തിയ ആൾ 9 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഉദുമ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് അണ്ടർ-19 സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് സമാപനം. ദീപാവലി ആഘോഷ വാർത്തകൾ തുടങ്ങി നിരവധി വാർത്തകളാൽ സമ്പന്നമാണ് ഇന്നത്തെ ദിനം. ആദ്യം പ്രധാന വാർത്തകൾ. ട്രസ്റ്റിന്റെ പേരിൽ വീട്ടിൽ പിരിവിനെത്തിയ ആൾ 9 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തി. പ്രതിയെ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളച്ചാലിലെ CP ഖാലിദിനെയാണ് അറസ്റ്റ് ചെയ്തത്. സെക്യൂരിറ്റി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യം സെക്യൂരിറ്റി ആൻഡ് അലൈഡ് വർക്കേഴ്സ് യൂണിയൻ CITU അഖിലേന്ത്യാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ അവകാശ ദിനത്തിൽ ധർണ നടത്തി. വികസന പ്രവർത്തനങ്ങളിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അത്യുന്നതയിലാണെന്ന് CH കുഞ്ഞമ്പു MLA. ഉദുമ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന രാഷ്ട്രീയം പറയുന്നത് BJP മാത്രമെന്ന് അഡ്വക്കേറ്റ് VK സജീവൻ. BJP കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി അരൈ കാർത്തിക ബൂത്ത് ഏകദിന കൺവെൻഷൻ നടന്നു. കാഞ്ഞങ്ങാട് CH സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. അണ്ടർ-19 സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് സമാപനം. S ഇഷാനും അമയും ചാമ്പ്യന്മാർ. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ ദീപാവലി ആഘോഷം നടന്നു. നിരവധി ആളുകൾ ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കാനായി എത്തി. വാർത്തകൾ വിശദമായി. ട്രസ്റ്റിന്റെ പേരിൽ വീട്ടിൽ പിരിവിനെത്തിയ ആൾ 9 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തി. പ്രതിയെ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളച്ചാലിലെ CP ഖാലിദിനെയാണ് അറസ്റ്റ് ചെയ്തത്. ട്രസ്റ്റിന്റെ പേരിൽ വീട്ടിൽ പിരിവിനെത്തിയ ആൾ 9 വയസ്സുകാരിയെ കയറിപ്പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമം നടത്തി. പ്രതിയെ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് 2 കോടതി പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊടക്കാട് വെള്ളച്ചാലിലെ CP ഖാലിദാണ് അറസ്റ്റിലായത്. നീലേശ്വരം പോലീസ് പരിധിയിലാണ് സംഭവം നടന്നത്. മലപ്പുറത്തെ ട്രസ്റ്റിന്റെ പേരിൽ വീട്ടിലേക്ക് സംഭാവന ചോദിച്ചെത്തിയതായിരുന്നു പ്രതി. ഈ സമയം വീട്ടുവരാന്തയിൽ ഇരിക്കുകയായിരുന്നു കുട്ടി. വീട്ടിൽ മറ്റാരുമില്ലെന്ന് കരുതിയ പ്രതി കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ട് വീടിനകത്തുണ്ടായിരുന്ന മാതാവ് ഓടിയെത്തി ബഹളമുണ്ടാക്കി. ഇതോടെ നാട്ടുകാർ ഓടിക്കൂടി പ്രതിയെ പിടികൂടി നീലേശ്വരം പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു. പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്താണ് കോടതിയിൽ ഹാജരാക്കിയത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. സെക്യൂരിറ്റി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യം സെക്യൂരിറ്റി ആൻഡ് അലൈഡ് വർക്കേഴ്സ് യൂണിയൻ CITU അഖിലേന്ത്യാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ അവകാശ ദിനത്തിൽ ധർണ നടത്തി. സെക്യൂരിറ്റി ആൻഡ് അലൈഡ് വർക്കേഴ്സ് യൂണിയൻ CITU അഖിലേന്ത്യാ കോർഡിനേറ്റർ കമ്മിറ്റി ദേശീയ അവകാശ ദിനം ധർണ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്താണ് ധർണ നടത്തിയത്. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് T നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ, അവരുടെ ജീവിതം സുരക്ഷ ഉറപ്പുവരുത്താൻ, മാന്യമായ രീതിയിൽ പണിയെടുക്കാനുള്ള അവകാശമുണ്ടാക്കാൻ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് അഖിലേന്ത്യാ തലത്തിലും നമ്മുടെ പ്രദേശത്തും കേരളത്തിലും നടന്നു വരുന്നുള്ളത്. ഇത്തരം രീതിയിലുള്ള സമീപനങ്ങൾക്കെതിരെ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനു മുമ്പും ശക്തമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് നമ്മുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നിതാന്ത ജാഗ്രതയോടെയുള്ള പോരാട്ടങ്ങൾക്ക് ഇനിയുള്ള കാലഘട്ടത്തിലും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും. അത്തരം സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാ വിഭാഗം തൊഴിലാളികളെയും നമ്മുടെ യൂണിയന്റെ പിന്നിൽ അണിനിരത്തിക്കൊണ്ട് ഈ അധികാരി വർഗത്തെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെയും കണ്ണു തുറപ്പിക്കാൻ ആവശ്യമായ സമര പോരാട്ടങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയണമെന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ അഖിലേന്ത്യാ അവകാശ ദിനത്തിന്റെ ഭാഗമായി ഉള്ള പ്രതിഷേധത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്ന മുഴുവൻ തൊഴിലാളി സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദനങ്ങൾ. സുഗതൻ അധ്യക്ഷത വഹിച്ചു. KV രാഘവൻ, VV പ്രസന്നകുമാരി, NK വിജയകുമാർ, N വിക്രീധരൻ, TV രാമകൃഷ്ണൻ, NV സുജാതൻ എന്നിവർ സംസാരിച്ചു. നാരായണൻ തെരുവത്ത് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വികസന പ്രവർത്തനങ്ങളിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അത്യുന്നതയിലാണെന്ന് CH കുഞ്ഞമ്പു MLA. ഉദുമ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
പണം കൊണ്ടും അധികാരം കൊണ്ടും വികസന പ്രവർത്തനങ്ങളിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അത്യുന്നതിയിലാണെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. ഉദുമ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുവിതരണം, സാമൂഹ്യനീതി, പശ്ചാത്തല സൗകര്യം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തനങ്ങളാണ് സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത്. 1504.64 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉദുമ നിയോജക മണ്ഡലത്തിൽ നടത്തി. അതിൽ 136.18 കോടി രൂപ ഉദുമ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചുവെന്നും MLA പറഞ്ഞു. അസാധ്യമെന്ന് കരുതിയ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെന്റിന് സാധിച്ചു. വ്യവസായത്തിന്റെ മരുഭൂമിയാണ് കേരളം എന്ന കാഴ്ചപ്പാട് കാറ്റിൽ പറത്തിക്കൊണ്ട് MSME വഴി വ്യവസായ സൗഹൃദം അന്തരീക്ഷം സൃഷ്ടിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം പറഞ്ഞാൽ യഥാർത്ഥം പറഞ്ഞാൽ അത്രയുണ്ടോ? റിട്ടയർ ചെയ്ത ആൾക്കാർ നോക്ക്, റിട്ടയർ ചെയ്ത് വന്ന ആളുകൾ 55, 56 വയസ്സിൽ റിട്ടയർ ചെയ്തതിന് റിട്ടയർ ആയോ എന്ന് ചോദിക്കുന്നത് കാരണം അപ്പോഴും ഒരു ചെറുപ്പക്കാരൻ്റെ ലുക്കിലേക്കാണ് പോകുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ വൃദ്ധന്മാർ, നമ്മുടെ വീട്ടിലെ അച്ഛൻ, വലിയച്ഛൻ, വലിയമ്മക്ക് എല്ലാം എന്തുണ്ടാവും? ഒരു വടിയുണ്ടാവും. എവിടെ പോയി ആ വടി? എന്തുകൊണ്ടാണ് വടിയില്ലാത്തത്? ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മുടെ മേന്മയാണ്. സൗജന്യമാണ് നമ്മുടെ ചികിത്സ. വിദ്യാഭ്യാസ സൗജന്യം പോലെ തന്നെ ഇതും സൗജന്യമാണ്. ധർമാശുപത്രി എന്നുള്ള പേര്. 10 കൊല്ലം മുമ്പ് ധർമാശുപത്രികളുടെ അവസ്ഥ എന്തായിരുന്നു? ധർമ്മവുമില്ല, ആശുപത്രിയും ഉണ്ടായിരുന്നില്ല. വളരെ ദുർബലമായി എന്ന് പറഞ്ഞാൽ മതി. വളരെ ദുർബലമായിരുന്നു. കാരണം വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, വേണ്ടത്ര കാര്യങ്ങൾ നടത്തിയില്ല. ആ സ്ഥാനത്ത് ആർദ്രം പദ്ധതി കൊണ്ടുവന്നു. അതും മനോഹരമായ വാക്കാണ് കണ്ടുപിടിച്ചത്, ആർദ്രം. കാരണം അത് ജനങ്ങൾക്ക് അത്ര അത്യാവശ്യമുള്ള ആർദ്രം പദ്ധതി. വികസന സദസ്സിന്റെ ആമുഖം റിസോഴ്സ് പേഴ്സൺ സുഭാഷ് അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വിവര പൊതുജന സമ്പർക്ക വകുപ്പ് തയ്യാറാക്കിയ വീഡിയോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്, ജില്ലയുടെ ചുമതലയുള്ള വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ എന്നിവരുടെ സന്ദേശവും പ്രദർശിപ്പിച്ചു. തുടർന്ന് പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോ പ്രദർശിപ്പിച്ചു. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് സെക്രട്ടറി ആദിത്യൻ A അവതരിപ്പിച്ചു. ചടങ്ങിൽ ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതിയുടെ പുസ്തകം കേരള ജൈവ വൈവിധ്യ ബോർഡ് സെക്രട്ടറി ഡോക്ടർ V ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. ജില്ലയിൽ പുസ്തകം പുറത്തിറക്കുന്ന ആദ്യത്തെ പഞ്ചായത്താണ് ഉദുമ. ഹരിത കേരള മിഷന്റെ മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള പുരസ്കാരം നേടിയ BMC കോർഡിനേറ്റർ മുകുന്ദൻ മാസ്റ്ററെ ആദരിച്ചു. ഉദുമ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള നൂതന ആശയങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ചർച്ചയിൽ നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ K ബാലകൃഷ്ണൻ മോഡറേറ്ററായി. ന്യൂസ് ബ്യൂറോ, ഉദുമ. വികസന രാഷ്ട്രീയം പറയുന്നത് BJP മാത്രമെന്ന് അഡ്വക്കേറ്റ് VK സജീവൻ. BJP കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി അരേ കാർത്തിക ബൂത്ത് ഏകദിന കൺവെൻഷൻ നടന്നു. നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ മുൻപിൽ വികസന രാഷ്ട്രീയം അവതരിപ്പിക്കുന്നത് BJP മാത്രമാണെന്നും കേരളത്തിലെ 2 മുന്നണികളും മതഭ്രാന്തിന്റെയും ന്യൂനപക്ഷ പ്രീണത്തിന്റെയും പിന്നാലെ നടക്കുകയാണെന്നും BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവൻ പറഞ്ഞു. BJP കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി അരേ കാർത്തിക ബൂത്ത് ഏകദിന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരും കോൺഫിഡൻസോടുകൂടി പറയുന്നു. എന്താ കാരണം? അപ്പം അടിമണ്ണിളകുന്ന പാർട്ടികൾക്ക് വേവലാതി ഉണ്ടാവും. അടിമണ്ണിളകാനുള്ള കാരണം എന്താ? നാട്ടുകാർക്ക് പകൽ പോലെ കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കുക. 7 പതിറ്റാണ്ട് 80 കൊല്ലം ഈ ചങ്ങാതിമാര് ഭരിച്ചു. 70 കൊല്ലം ഭരിച്ച ആളുകൾ ഇപ്പോഴും വികസനം വികസനം എന്ന് പറയുന്നില്ല. പകരം ആരാണ് ഇപ്പൊ വികസനം പറയുന്നത്? എല്ലാ ദിവസവും വികസനം പറയുന്നത് ആരാണ് കേരളത്തില്? നിങ്ങളാരും പത്രം വായിക്കുന്നു, സോഷ്യൽ മീഡിയ ഒന്നുമില്ല, റീലെങ്കിലും കാണണ്ടേ? കാണുന്നില്ലേ? ആരാണ് എല്ലാ ദിവസവും വികസനം മാത്രം പറയുന്ന ആളാരാ കേരളത്തിൽ ഇപ്പോ? ഒരേ ഒരാളേ ഉള്ളൂ. അത് മറ്റാരുമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖറാണ്. എല്ലാ പ്രസംഗത്തിലും എല്ലാ പത്രസമ്മേളനത്തിലും കേരളത്തിന്റെ വികസനം മാത്രം ചർച്ചയാക്കുന്ന ഒരേ ഒരാൾ രാജീവ് ചന്ദ്രശേഖറാണ്. വാർഡ് കൺവീനർ ബാബു പണിക്കർ അധ്യക്ഷത വഹിച്ചു.
BJP ജില്ലാ ജനറൽ സെക്രട്ടറി മനുലാൽ മേലത്ത്, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് PM സുഹൈൽ കൂളിയങ്കാൽ, കാഞ്ഞങ്ങാട് മണ്ഡലം BJP പ്രസിഡന്റ് M പ്രശാന്ത് സൗത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി P പത്മനാഭൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് CK വത്സലൻ, മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് A കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. M സുരേഷ് മണക്കാട്ട് സ്വാഗതവും കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ശൈലേന്ദ്രൻ പാലക്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് CH സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. CH സെന്ററുകൾ CH മുഹമ്മദ് കോയയുടെ എക്കാലത്തെയും മഹാനായ നേതാവിന്റെ സ്മരണകൾ നിലനിർത്തുന്ന സേവന കേന്ദ്രങ്ങളാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് CH സെന്റർ മെട്രോ മുഹമ്മദ് ഹാജി മെമ്മോറിയൽ ഡയാലിസിസ് സ്കീം ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൻ്റെ ആ പങ്ക് നിർവഹിക്കുകയുണ്ടായി. തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എല്ലാ മേഖലകളിലും അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിനുള്ള ഉചിതമായ ഒരു സ്മാരകം എന്നുള്ളത് അതേതെങ്കിലും ഒരു കെട്ടിടം പണിതുകൊണ്ട് സ്മാരകം നിർമ്മിക്കുവാനല്ല മുസ്ലിം ലീഗ് ഉദ്ദേശിച്ചത്. മറിച്ച് CH മുഹമ്മദ് സാഹിബിൻ്റെ നാമധേയം അത് സമൂഹത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കണം. 24 മണിക്കൂർ സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ളവരുടെ ഹൃദയസ്പന്ദനങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം CH മുഹമ്മദ് സാഹിബിൻ്റെ സ്മരണ നിലനിർത്തേണ്ടത് എന്ന് മുസ്ലിം ലീഗ് പ്രസ്ഥാനം തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ ആദ്യപടി എന്ന നിലയ്ക്ക് കോഴിക്കോട് CH സെന്റർ നിലവിൽ വരികയുണ്ടായി. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. സാധാരണ മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയായിരുന്നു CH മുഹമ്മദ് കോയ. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആ തരത്തിൽ തന്നെ സാധാരണക്കാർക്ക് വേണ്ടി CH സെന്ററുകൾ സംസ്ഥാനത്തുടനീളം മുസ്ലിം ലീഗ് പ്രസ്ഥാനം സ്ഥാപിച്ചുവെന്നും സാദിഖ് അലി തങ്ങൾ കൂട്ടിച്ചേർത്തു. CH മുഹമ്മദ് കോയ തന്റെ ഭരണകാലഘട്ടങ്ങളിൽ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുവെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. മെട്രോ മുഹമ്മദ് ഹാജി ഡയാലിസിസ് കേന്ദ്രം മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. CH അസ്ലം സ്മാരക എക്സിക്യൂട്ടീവ് ഹാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. P മുഹമ്മദ് കുഞ്ഞി സ്മാരക കോൺഫറൻസ് ഹാൾ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കാഞ്ഞങ്ങാട് CH സെന്റർ ചെയർമാൻ തായൽ അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ CH അഹമ്മദ് കുഞ്ഞി ഹാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനറൽ കൺവീനർ 14 അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു. സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുംകൈ പ്രാർത്ഥന നടത്തി. ഹാഫിസ് ജലാലുദ്ദീൻ ജലാലി ഖിറാഅത്ത് നടത്തി. AKM അഷ്റഫ് MLA, കുടുംബശ്രീ ഡയറക്ടർ H ദിനേശ്, കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കരീം ചോളരി, മുൻ DYSP TP രഞ്ജിത്ത്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NA ഖാലിദ്, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത്, ജനറൽ സെക്രട്ടറി KK ബദറുദ്ദീൻ, ട്രഷറർ TK റഹ്മത്തുള്ള, വ്യവസായ പ്രമുഖരായ സൈഫ് ലൈൻ അബൂബക്കർ, ഷംസുദ്ദീൻ മാണിക്കോത്ത്, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം MP ജാഫർ, മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗം A ഹമീദ് ഹാജി, CH സെന്റർ ഭാരവാഹികളായ തായൽ അബ്ദുൾ റഹ്മാൻ ഹാജി, മുബാറക് ഹസൈനാർ ഹാജി, K മുഹമ്മദ് കുഞ്ഞി, C മുഹമ്മദ് കുഞ്ഞി, മുസ്തഫ തായനൂർ, കാഞ്ഞങ്ങാട് CH സെന്റർ ഗൾഫ് പ്രതിനിധികളായ അബ്ദുള്ള ആറങ്ങാടി, ഷംസുദ്ദീൻ കല്ലൂരാവി, ഖാലിദ് കൂളിയങ്കാൽ, KK സുബൈർ, ഹനീഫ ബാവാനഗർ, ഗമറുദ്ദീൻ അഷ്റഫ് ആവിയിൽ, അഷ്റഫ് കൊത്തിക്കാൽ, CB കരീം, നഗരസഭാ കൗൺസിലർമാരായ ലക്ഷ്മി, അസ്മ മംഗുൽ, അനീസ, പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് AP ഉമ്മർ, വനിതാ ലീഗ് ജില്ലാ ഭാരവാഹികളായ TK സുമയ്യ, ഐഷത്ത് ഫർസാന, TK സുമയ്യ, ഷീബ ഉമ്മർ, നദീർ കൊത്തിക്കാൽ, ജംഷീദ് ചിത്താരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അണ്ടർ 19 സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് സമാപനം. S ഇഷാനും അമയും ചാമ്പ്യന്മാർ. മർച്ചന്റ്സ് അസോസിയേഷൻ ആതിഥ്യമരുളിയ സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ചെസ് അസോസിയേഷന്റെ സഹകരണത്തോടെ നടത്തിയ 19 വയസ്സിന് താഴെയുള്ള ചെസ് ചാമ്പ്യൻഷിപ്പിന് പ്രൗഢമായ രീതിയിൽ സമാപനമായി. 2 ദിവസങ്ങളിലായി വ്യാപാര ഭവനിൽ നടന്ന മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ S ഇഷാനും വനിതാ വിഭാഗത്തിൽ AR അമയയും ചാമ്പ്യന്മാരായി.
വനിതാ വിഭാഗത്തിൽ തീർത്ഥ എസ് പിള്ള, പുരുഷ വിഭാഗത്തിൽ ശ്രീരാഗ് പത്മൻ എന്നിവർക്കാണ് രണ്ടാം സ്ഥാനം. പുരുഷ വിഭാഗത്തിൽ അനൂപ് കാഞ്ഞിരവിള, സഫൽ ഫാസിൽ എന്നിവരും വനിതാ വിഭാഗത്തിൽ ഫിദ ഫാത്തിമ, മഞ്ജു മഹേഷ് എന്നിവരും 3ഉം 4ഉം സ്ഥാനങ്ങൾ നേടി. ആദ്യ 4 സ്ഥാനങ്ങളിൽ എത്തിയവർ ഡിസംബർ 16 മുതൽ 24 വരെ ഛത്തീസ്ഗഡിൽ നടക്കുന്ന ദേശീയ ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ അർഹത നേടി. സമാപന ചടങ്ങ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനമാണ് ഇവിടെ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി ഏകദേശം 84ഓളം കളികളിലെ ഇവിടെ നമ്മുടെ കുട്ടികൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. 7ഓളം കുട്ടികൾ സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ കാഞ്ഞങ്ങാട് സംഘടിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമായിട്ടാണ് ഇത് ഞങ്ങൾ കാണുന്നത്. കാരണം ഇന്നലെയും ഇന്നുമായി 2 ദിവസം ഇത്രയും ആളുകളെ ഇവിടെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് അവർക്ക് ഇവിടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നൽകി കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷന്റെ പ്രവർത്തകരും യൂത്ത് ഇന്ത്യ പ്രവർത്തകരും പ്രവർത്തകർക്ക് വലിയൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ 18-ാം തീയതി ഇവിടെ വിളംബര ജാഥ സംഘടിപ്പിച്ചു. അതുപോലെ ഇന്നലെ എല്ലാ ആളുകളെയും അവർക്ക് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു കളി ഇവിടെ നടത്താൻ വേണ്ട അടിസ്ഥാന സൗകര്യം കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രവർത്തകരെ ആദ്യമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദനങ്ങളുടെ വ്യാപാരികൾ കേവലം വ്യാപാര മേഖലയിൽ മാത്രമല്ല, സ്വയം ഊർജിതമാക്കുന്നതിന്റെ വ്യാപാര മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും കലാകായിക സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ. മുഖ്യാതിഥിയായി പങ്കെടുത്ത കാസർഗോഡ് ഡിവൈഎസ്പി സിബി തോമസ് വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകി. KMA ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ അധ്യക്ഷത വഹിച്ചു. കോട്ടച്ചേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ, ചെസ് അസോസിയേഷൻ മുൻ ജില്ലാ പ്രസിഡന്റ് ടി മുഹമ്മദ് അസ്ലം, KMA വൈസ് പ്രസിഡന്റ് മഹേഷ്, സെക്രട്ടറി സമീർ ഡിസൈൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് രഞ്ജിത്ത്, മർച്ചന്റ്സ് വനിതാ വിംഗ് പ്രസിഡന്റ് ശോഭന ബാലകൃഷ്ണൻ, പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ എന്നിവർ സംസാരിച്ചു. ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി VN രാജേഷ് സ്വാഗതവും സംഘാടക സമിതി ജോയിന്റ് കൺവീനർ പവിത്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ ദീപാവലി ആഘോഷം നടന്നു. നിരവധി ആളുകൾ ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കാനായി എത്തി. ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നായ ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ സഹസ്ര ദീപാലങ്കാര പൂജ നടന്നു. ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് ദീപാരാധന വേളയിലാണ് സഹസ്ര ദീപാലങ്കാരം നടന്നത്. ക്ഷേത്രം മേൽശാന്തി പുതുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും ക്ഷേത്ര ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്ന് ശ്രീകോവിലിലും നമസ്കാര മണ്ഡപത്തിലുമായി 1008 നെയ്ത്തിരികൾ ജ്വലിപ്പിച്ചു. നെയ്ത്തിരികൾ ചുരിഞ്ഞ പ്രഭാപൂരത്തിൽ ദേവിക്ക് ദീപാരാധന നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ യൂണിറ്റിലെ 2024-25 വർഷത്തെ SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. സബ് ജഡ്ജ് ബിജു MC ഉദ്ഘാടനം നിർവഹിച്ചു. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ യൂണിറ്റിലെ മെമ്പർമാരുടെ മക്കളിൽ SLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനം നടന്നു. ബാർ അസോസിയേഷൻ അനക്സ് ഹാളിൽ നടന്ന ചടങ്ങ് സബ് ജഡ്ജ് ബിജു MC ഉദ്ഘാടനം ചെയ്തു. ഈ അനുമോദന ചടങ്ങിൽ എന്താണ് ഉദ്ഘാടനത്തിന് പറയേണ്ടത് എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ബ്ലാങ്ക് ആണ്. എന്താണ് പറയുക? നമുക്കെല്ലാം അറിയാം, SSLC എന്ന് പറയുന്നതും +2 എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ 2 സ്റ്റെപ്പാണ് സത്യത്തിൽ. അപ്പോൾ നമ്മൾ ഇനി എന്താകണം, എങ്ങോട്ട് പോകണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു അടിസ്ഥാനം മാത്രമാണ് SSLCൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ +2ൻ്റെ റിസൾട്ടും. അപ്പോൾ എനിക്ക് ഈ കുഞ്ഞുമക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള നിങ്ങളുടെ ഊർജ്ജമായി മാത്രം മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് ആശംസിക്കാനുള്ളത്. ഇത് ഊർജ്ജമായി മാറിയാൽ മാത്രമേ
നിങ്ങൾക്ക് എന്താണ് നാളെ നാടിൻ്റെ വാഗ്ദാനമായി മാറാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ എല്ലാവിധ കഴിവുകളും സർവേശ്വരൻ നൽകട്ടെ. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് വി ബാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അബ്ദുൾ റാസിഖ് സി, ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി നാരായണൻ, ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ സെക്രട്ടറി KL മാത്യു, KLBF ബോർഡ് മെമ്പർ രവി, കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രഘുനാഥ് നായിക്, കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വി ബാബു എന്നിവർ സംസാരിച്ചു. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് സെക്രട്ടറി ശശിധരൻ M സ്വാഗതം പറഞ്ഞു. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അംബിക C നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചന്ദ്രഗിരി സഹോദയ സ്കൂൾസ് കോംപ്ലക്സ് സംഘടിപ്പിക്കുന്ന CBSE ജില്ലാ കലോത്സവം പരവനടുക്കം ആലിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. 44 സ്റ്റേജിതര മത്സരങ്ങളും 69 സ്റ്റേജ് മത്സരങ്ങളും ഉൾപ്പെടെ ആകെ 113 മത്സരങ്ങളാണ് ജില്ലാ കലോത്സവത്തിനുണ്ടാകുന്നത് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 23 വരെ 3 ദിവസങ്ങളിലായി നടക്കുന്ന കലാമാമാങ്കത്തിൽ 3000-ലധികം പ്രതിഭകൾ വിവിധ ഇനങ്ങളിലായി മത്സരിക്കും. ചന്ദ്രഗിരി സഹോദയയിലെ 21 CBSE വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് വിവിധ ഇനങ്ങളിലായി മത്സരിക്കുക. കുട്ടികളുടെ രചനാവൈഭവം, സർഗാത്മകത, സംഘബോധം, സംഗീത നൈപുണ്യം, സാങ്കേതിക വിദ്യയിലെ കുട്ടികളുടെ കഴിവ് തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളിലെ വികാസം ലക്ഷ്യമിട്ടുകൊണ്ട് CBSE സ്കൂളുകളിൽ നടത്തിവരുന്ന കലോത്സവത്തിന്റെ 2ാം ഘട്ടമാണ് സഹോദയ ജില്ലാ കലോത്സവം. ജില്ലാ മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനം നേടുന്ന വിജയികൾക്ക് സംസ്ഥാനതല മത്സരങ്ങളിൽ മാറ്റുരയ്ക്കാൻ അവസരം ലഭിക്കും. ബുധനാഴ്ച കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 23-ന് വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ വെച്ച് വിജയികളായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകും. 3 ദിവസവും മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും സൗജന്യ ഉച്ചഭക്ഷണം സ്കൂൾ PTA-യുടെ നേതൃത്വത്തിൽ ഒരുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 113 മത്സരങ്ങളാണ് നമ്മൾ ഇതിൽ സംഘടിപ്പിക്കുന്നത്. 44 സ്റ്റേജ് തര മത്സരങ്ങളും 69 സ്റ്റേജ് മത്സരങ്ങളും. ഏതാണ്ട് 1500-ലധികം കുട്ടികളാണ് 21 സ്കൂളുകളിൽ നിന്നായി ഈ 3 ദിവസത്തെ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ചന്ദ്രഗിരി സഹോദയ പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി P, ആലിയ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഇക്ബാൽ P, കലോത്സവം അസിസ്റ്റന്റ് കൺവീനർ ഉദയകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SDPI മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. SDPI ജില്ലാ പ്രസിഡന്റ് CA സവാദ് ഉദ്ഘാടനം ചെയ്തു. കള്ളത്തരങ്ങളിലൂടെ വോട്ടുകൾ തള്ളാനും മാറ്റിമറിക്കാനും ലീഗ് ശ്രമം നടത്തിയതെന്നാരോപിച്ച് SDPI മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. SDPI ജില്ലാ പ്രസിഡന്റ് CA സവാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയ സമയത്ത് മൊഗ്രാൽപുത്തൂരിൽ ലീഗ് നടത്തിയ വോട്ട് മാറ്റിമറിക്കൽ പ്രതിഷേധാർഹമാണെന്ന് CA സവാദ് പറഞ്ഞു. നിലവിൽ വാർഡിൽ താമസിക്കുന്നയാളിനെ മറ്റു വാർഡിലേക്ക് മാറ്റാൻ ലീഗിന്റെ ലെറ്റർ പാഡിൽ എഴുതി നൽകിയതടക്കം വലിയ തോതിൽ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഭരണത്തിന്റെ തണലിൽ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ചെയ്തതെന്നും CA സവാദ് പറഞ്ഞു. ഈ വോട്ട് തരങ്ങളിലൂടെ ഈ വോട്ട് അവരുടെ വോട്ടർമാർ അറിയാതെ അവരുടെ വോട്ടുകൾ മറ്റുള്ള വാർഡുകളിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട് 12,400 വോട്ട് മുഖ്താറിനായും 4,100 വോട്ട് ചാലിയാപ്പുറത്തുമായി ചുരുങ്ങി.
അതായത് ചാലിയാപുരത്ത് 4000 വോട്ടർമാർക്ക് ഒരു മെമ്പറാണെങ്കിൽ മുഖദാറിൽ 8000 മെമ്പർമാർക്കാണ് ഒരു കോർപ്പറേഷൻ മെമ്പർ എന്ന് നമ്മൾ ചിന്തിക്കണം. SDPI പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ ബ്ലാർക്കോട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഖലീൽ കല്ലങ്കൈ സ്വാഗതവും സമീർ ആസാദ് നഗർ നന്ദിയും പറഞ്ഞു. സവാദ് കല്ലങ്കൈ, താജുദ്ദീൻ പുത്തൂർ, സുഹൈൽ ഏരിയാൽ, മൊയ്തീൻ കുഞ്ഞി, ജുനൈദ് കുനിൽ, റഹ്മാൻ ആസാദ് നഗർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കരിച്ചേരി EMS വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനം നടന്നു. രാകേഷ് കൂട്ടപ്പുന്ന രചിച്ച വൈകല്യങ്ങളെ തോൽപ്പിച്ച ഇന്ത്യൻ യാത്രാനുഭവം അയനം പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത്. രാകേഷ് കുട്ടപ്പുന്ന രചിച്ച വൈകല്യങ്ങളെ തോൽപ്പിച്ച ഇന്ത്യൻ യാത്രാനുഭവം അയനം പുസ്തക പ്രകാശനം നടന്നു. ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പ്രകാശന കർമ്മം നിർവഹിച്ചു. P. ജനാർദ്ദനൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ വരാം, എനിക്കത് താല്പര്യമുള്ള കാര്യമാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ പുസ്തകത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇതൊരു അത്ഭുതമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ധാരാളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ പത്രത്തിൽ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരണ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കാൻ കൊടുക്കണം. കാരണം ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിൽ നിന്നും തിരിച്ചു വന്നിട്ട് 4 വർഷം വീട്ടിൽ കിടക്കുന്ന സമയത്ത് ശ്രീ രാകേഷ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരേ ഒരു കാര്യമാണ് ആലോചിച്ചത്. ആത്മഹത്യ ചെയ്യണം എന്നല്ല, ഏത് വഴിക്ക് ആത്മഹത്യ ചെയ്യണം എന്നാണ് 4 വർഷം ആലോചിച്ചത്. നിസ്സഹായനായി കടന്നു പോകുമ്പോൾ ഏതൊരു മനുഷ്യനും, തൻ്റെ മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞു പോകുമ്പോൾ ഏതൊരു മനുഷ്യനും ആലോചിച്ചു പോകുന്നത് ജീവിതത്തിൽ നിന്നും എങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്നാണ്. അതിജീവനത്തിൻ്റെ വഴികളെക്കുറിച്ചല്ല. എന്നാൽ രാകേഷ് പടിപടിയായിട്ട് അതിജീവനത്തിൻ്റെ കരുത്ത് നേടുകയും. ശ്യാമ PK അധ്യക്ഷത വഹിച്ചു. M. ഗോപാലൻ, A. ബാലകൃഷ്ണൻ, ആശാലത E, മൊയ്തീൻ, പുഷ്പാകരൻ വെണ്ടിച്ചാൽ, മോഹൻദാസ് വയലാംകുഴി, K. രാധാകൃഷ്ണൻ മാസ്റ്റർ, പുഷ്പ P, ധനേഷ് AK, തേജസ്, ഷൈനി, രാജേഷ് എന്നിവർ സംസാരിച്ചു. T. മധുസൂദനൻ മാസ്റ്റർ സ്വാഗതവും ശ്രീജ K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വിവിധ സംവരണ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള നറുക്കെടുപ്പ് പൂർത്തിയായി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന നറുക്കെടുപ്പിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ നേതൃത്വം നൽകി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സംവരണ ഡിവിഷനുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി. 18 ഡിവിഷനുകളിൽ 11 സംവരണ ഡിവിഷനുകളായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഡിവിഷൻ 3 ബദിയടുക്ക പട്ടികജാതി സംവരണം ഡിവിഷനായും, ഡിവിഷൻ 8 കയ്യൂർ പട്ടികവർഗ സംവരണ ഡിവിഷനായും, ഡിവിഷൻ 4 ദേലമ്പാടി, ഡിവിഷൻ 6 കള്ളാർ, ഡിവിഷൻ 7 ചിറ്റാരിക്കാൽ, ഡിവിഷൻ 10 ചെറുവത്തൂർ, ഡിവിഷൻ 12 പെരിയ, ഡിവിഷൻ 13 ബേക്കൽ, ഡിവിഷൻ 8 കരിന്തളം, ഡിവിഷൻ 14 ഉദുമ, ഡിവിഷൻ 15 ചെങ്കള, ഡിവിഷൻ 18 മഞ്ചേശ്വരം എന്നിവ സ്ത്രീ സംവരണ ഡിവിഷനായും തെരഞ്ഞെടുത്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന നറുക്കെടുപ്പിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ നേതൃത്വം നൽകി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ KV ഹരിദാസ്, സീനിയർ സൂപ്രണ്ട് ഹംസ, തഹസിൽദാർമാരായ LK സുബൈർ, KV ബിജു, TV സജീവൻ എന്നിവരും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഭാഗ്യക്കുറിയുടെ 19/10/2025 നറുക്കെടുത്ത സമൃദ്ധി ഒന്നാം സമ്മാനമായ 1 കോടി രൂപ കാഞ്ഞങ്ങാട് നന്മ ലോട്ടറി സ്റ്റാളിൽ നിന്ന് വിൽപ്പന ചെയ്ത ടിക്കറ്റിന് നന്മ ലോട്ടറിയുടെ സഹോദര സ്ഥാപനമായ സന്നിധാനം സ്റ്റാളിൽ നിന്നും റീറ്റെയിൽ വിൽപ്പന ചെയ്ത MD 718692 നമ്പറിനാണ് സമ്മാനം ലഭിച്ചത്. കേരള ഭാഗ്യക്കുറിയുടെ 19/10/25 നറുക്കെടുത്ത സമൃദ്ധി ഒന്നാം സമ്മാനമായ 1 കോടി രൂപയാണ് കാഞ്ഞങ്ങാട് നന്മ ലോട്ടറി സ്റ്റാളിൽ നിന്ന് വിൽപ്പന ചെയ്ത ടിക്കറ്റിന് ലഭിച്ചത്. ഇല്ല, ആർക്കും അറിയില്ല. അതിപ്പോൾ ഇവിടെ റീറ്റെയിൽ പോകുന്നതല്ല, ഒരുപാട് ആൾ പുറത്തുനിന്നെല്ലാം വരുന്നതാണ്.
പരിചയമുള്ളവരുണ്ട്, പരിചയമില്ലാത്തവരുണ്ട്. ആർക്ക് കിട്ടിയതാണെന്ന് അറിയില്ല. നന്മാല ഓട്ടോസ്റ്റാള് ഇത് ഹോൾസെയിൽ പിടിയാണ്. ഹോൾസെയിൽ പിടിയെന്ന് അപ്പുറത്തെ പിടിയിലേക്ക്, തൊട്ടപ്പുറത്തെ സന്നിധാനം പിടിയിലേക്ക് പോയ ടിക്കറ്റിനാണ് പൈസ അടിച്ചത്, ഫസ്റ്റ് പൈസ അടിച്ച്. ആൾ ഇതുവരെ കിട്ടിയില്ല. ബസ് സ്റ്റാൻഡിൽ അതുകൊണ്ട് ആരും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പല ആൾക്കാരും വന്നിങ്ങനെ ബസ് കയറുന്നവർ എടുത്തെടുത്ത് പോകുന്നതല്ല. അതുകൊണ്ട് ആളെ കിട്ടിയില്ല. ആളെ കിട്ടുമ്പോൾ പ്രതീക്ഷിക്കും. എന്തായാലും വരാണ്ടിരിക്കില്ലാന്ന് നമ്മൾ കണക്കൂട്ടില്ല. എന്തായാലും നമ്മുടെ അടുത്ത് വരുമല്ലോ. നന്മ ലോട്ടറിയുടെ സഹോദര സ്ഥാപനമായ സന്നിധാനം സ്റ്റാളിൽ നിന്നും റീറ്റെയിലായി വിൽപ്പന ചെയ്ത MD 718692 നമ്പറിനാണ് സമ്മാനം ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉപ്പിലിക്കൈ മാടം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്ര ഊട്ട് പുനർനിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന സമ്മാന കൂപ്പണിന്റെ ഉദ്ഘാടനം നടന്നു. നരിക്കാട്ടറ ക്ഷേത്ര ദേവനർത്തകൻ പത്മനാഭൻ വെളിച്ചപ്പാടൻ ആദ്യ കൂപ്പൺ കാഞ്ഞങ്ങാട് നഗരസഭ മുൻ കൗൺസിലർ അനിൽ വാഴ്ന്നോറടയ്ക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഉപ്പിലിക്കൈമാടം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്ര ഊട്ടുപുര നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന സമ്മാന കൂപ്പണിന്റെ ഉദ്ഘാടനം നടന്നു. നരിക്കാട്ടറ ക്ഷേത്ര ദേവനർത്തകൻ പത്മനാഭൻ വെളിച്ചപ്പാടൻ ആദ്യ കൂപ്പൺ കാഞ്ഞങ്ങാട് നഗരസഭ മുൻ കൗൺസിലർ അനിൽ വാഴ്ന്നോറടിക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. നടക്കുന്നുള്ള കാര്യം വളരെ സന്തോഷകരമായ കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് പല സ്ഥലത്തും ഊട്ടുപുരകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു ഓഡിറ്റോറിയം എന്ന നിലയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും വലിയൊരു ഉപകാരപ്പെടുന്ന ഒരു സൂചനയാണ്. വന്നാലും വലിയൊരു ഭാരിച്ച ചെലവ് പിന്നെ പറയലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കാൻ എത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള ചിലവ് വരും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുവന്നാലും വളരെ വേഗത്തിൽ തന്നെ അതിന് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ട് അടുത്ത കളിയാട്ടത്തിന് മുമ്പേ പൂർത്തീകരിക്കണം എന്നാണ് ചെയർമാൻ പറഞ്ഞത്. അത് നിശ്ചയമായും അത് നടക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന കിഴക്കേറൊക്കെ നടന്ന കലശാട്ട്, ആ കലശാട്ടിൻ്റെ ചെയർമാൻ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് അത് വലിയ നമ്മുടെ നാട്ടിലെ വലിയൊരു ഉത്സവമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ P. ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് M. മാധവൻ നായർ, EV വിജയൻ, ക്ഷേത്ര മാതൃസമിതി ഭാരവാഹികളായ TV ഭാഗീരഥി, ശുഭാലക്ഷ്മി EV എന്നിവർ സംസാരിച്ചു. നിർമ്മാണ കമ്മിറ്റി കൺവീനർ മനോജ് ഉപ്പിലിക്കൈ സ്വാഗതവും ട്രഷറർ T. രമേശൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാക്കം കരുവാക്കോട് വള്ളിയോട്ട് കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ മഹാമൃത്യുഞ്ജയ ഹോമം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രം ഭാരവാഹികളും ഭക്തരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. കരുവാക്കോട് വള്ളിയോട്ടുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നീലമന മധുസൂദനൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഭക്തി നിർഭരമായി നടന്നത്. ക്ഷേത്രം ഭാരവാഹികളും ഭക്തരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. കൂടാതെ ക്ഷേത്രത്തിലെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളിലൊന്നായ പടിപ്പുരയുടെ നിർമ്മാണത്തിനുള്ള കുറ്റിയടിക്കൽ ചടങ്ങ് ഈ മാസം 24-നും 10-ാം അരിത്രാവൽ 27-നും നടക്കും. ക്ഷേത്രത്തിലെ തുടർ ചടങ്ങുകൾക്ക് വൻ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. മൈവാടി എന്ന് പറയുന്ന ബ്രാഹ്മണ കുടുംബത്തിൽ ഇവിടെ ആരാധിച്ചു വന്നിരുന്ന ഒരു മൂർത്തിയാണ് വള്ളിയോട്ടുകാവ് ഭഗവതി. വളരെ കാലമായുള്ള കർമ്മലോപം കൊണ്ട് ഇത് ഇല്ലാതാവുകയും തുടർന്ന് ക്ഷയിച്ചു പോയ ഈ ക്ഷേത്രം 2011 നമ്മൾ പുനരുദ്ധരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ക്ഷേത്രം കാവ് എന്ന നിലയിൽ നിന്ന് മാറി ഒരു ക്ഷേത്രമാക്കി നിർമ്മിക്കപ്പെടുകയും പരിസരവും കാര്യങ്ങളും നമ്മൾ കാവ് അത് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതൊരു യഥാർത്ഥത്തിലുള്ള ഒരു പ്രകൃതിയുടെ ഒരു നിധി എന്ന രീതിയിൽ തന്നെ കാവ് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു അടുത്ത് തന്നെ ഒരു സ്വർണ്ണപ്രശ്ന ചിന്ത നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കർമ്മദോഷങ്ങൾ ഈ ചുറ്റുപാടിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയപ്പെടുകയും ഈ ചുറ്റുവട്ടത്തും പല ദുരന്തങ്ങളും ഉണ്ടാവുകയും ആ കർമ്മദോഷങ്ങളെല്ലാം ഇല്ലാതാക്കി നാട്ടിനും നാട്ടുകാർക്കും പരിസരവാസികൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങൾ കൈവരാൻ വേണ്ടിയിട്ട് ഒരു മൃത്യുഞ്ജയ ഹോമം നടത്താൻ പ്രശ്നചിന്തയിൽ പറയുകയുണ്ടായി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പത്മനാഭൻ ശ്രീലയം, സെക്രട്ടറി നാരായണൻ വീണ, ട്രഷറർ കണ്ണൻ കരുവാക്കോട്, വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് TV, ഗണേശൻ അവിട്ടം, വിജയൻ വള്ളിയോട്ട്,
മാതൃസമിതി പ്രസിഡന്റ് സുചിത്ര വള്ളിയോട്ട്, ശോഭന വേണു, ട്രഷറർ ബിന്ദു പ്രകാശൻ, ക്ഷേത്ര രക്ഷാധികാരികളായ കണ്ണൻ വളപ്പോത്ത് ആലമി, കൃഷ്ണൻ പച്ചിക്കാരൻ വീട് എന്നിവർ നേതൃത്വം നൽകി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തജനങ്ങൾ മഹാമൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചിന്ത പബ്ലിഷേഴ്സ് ചിന്ത പുസ്തകോത്സവം സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പെട്രോൾ പമ്പിന് സമീപമാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. ചിന്ത പബ്ലിക്കേഷൻസിന്റെ നേതൃത്വത്തിൽ ചിന്ത പുസ്തകോത്സവം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. എം സ്വരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. പുസ്തകങ്ങളുടെയും വായനയുടെയും പ്രാധാന്യം ഒരു ആശയക്കുഴപ്പത്തിനും ഇടയില്ലാത്ത വിധം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പുസ്തകങ്ങൾ ഈ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ള ഇവിടെ ഒന്ന് കയറി പുസ്തകങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടാണ് വന്നത്. അതിൽ ചിന്ത മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രശസ്തയായ അമേരിക്കൻ എഴുത്തുകാരി ഹാരിയറ്റ് എലിസബത്ത് ബീച്ചർ സ്റ്റോവിൻ്റെ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന നോവലോടെ കാണുകയുണ്ടായി. അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന നോവലാണ് ഒരു കാലത്ത് അമേരിക്കയിലെ അടിമത്തത്തിനെതിരായ സാമൂഹ്യ മനസാക്ഷിയെ ഉണർത്തിയ നോവൽ. അമേരിക്ക ഇപ്പോൾ എബ്രഹാം ലിങ്കണെ അടിമകളുടെ വിമോചകൻ എന്നാണ് സ്കൂളിൽ നമ്മളെല്ലാം അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്ന പാഠം സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. ചടങ്ങിൽ വെച്ച് നാരായണൻ അമ്പലത്തറയുടെ ബടുക്ക പുസ്തക പ്രകാശനവും നടന്നു. എം രാജഗോപാലൻ MLA പുസ്തക പ്രകാശനം നിർവഹിച്ചു. അംബിക സുധൻ മാങ്ങാട് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA KP സതീഷ് ചന്ദ്രൻ, MLA CH കുഞ്ഞമ്പു, മുൻ നഗരസഭാ ചെയർമാൻ VV രമേശൻ, നഗരസഭാ ചെയർപേഴ്സൺ സുജാത, ചിന്ത പബ്ലിക്കേഷൻസ് ജനറൽ മാനേജർ ഗോപി നാരായണൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, PK നിഷാന്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംഘാടക സമിതി കൺവീനർ ശിവജി വെള്ളിക്കോത്ത് സ്വാഗതവും ചിന്ത സോണൽ മാനേജർ CP രമേശൻ നന്ദിയും പറഞ്ഞു. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് പുസ്തക ചർച്ചകൾ, പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വൃന്ദാവനം ബാലസദനത്തിൽ ദീപോത്സവം നടത്തി. ദീപാവലിയുടെ ഭാഗമായാണ് ദീപാവലി ആഘോഷിച്ചത്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ദീപാവലിയുടെ ഭാഗമായി വൃന്ദാവനം ബാലസദനത്തിൽ ദീപോത്സവം നടത്തി. അഷ്ടോത്തര നാമാവലി മത്സരവും വിളക്കുപൂജയും ദീപാലങ്കാരവും ആർഭാടപൂർവ്വം ആഘോഷിച്ച ചടങ്ങിൽ പടന്നക്കാട് ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വിശ്വനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുഹൂർത്തം ആണ് ദീപാവലി. ഗോവിന്ദൻ പറഞ്ഞതുപോലെ ദീപത്തിന്റെ ആവലി എന്ന് വെച്ചാൽ പങ്ക്തി, കൂട്ടം എന്നാണ് അർത്ഥം. ദീപത്തിന്റെ ആവലി, ദീപങ്ങളുടെ കൂട്ടം, ദീപങ്ങൾ കത്തിച്ചു വെച്ച് നാം വലിയൊരു സന്ദേശം ജനങ്ങൾക്കും കുട്ടികൾക്കും പുതുതലമുറയിലേക്കും കൈമാറുകയാണ്. അതിനെക്കുറിച്ച് 2 പോയിന്റുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ദീപം എന്നുള്ളത് വലിയ സംഭവമാണ്. തീ, അഗ്നി എന്നുള്ളത് വലിയ സംഭവമാണ്. കാരണം മനുഷ്യൻ കറണ്ട് കണ്ടുപിടിച്ചില്ലേ, ഇലക്ട്രിസിറ്റി, ഇത് കണ്ടുപിടിച്ച വലിയൊരു നേട്ടമാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ വരെ എല്ലാം ഇലക്ട്രിസിറ്റിയിലാണ് പോകുന്നത്. ഈ കറണ്ട് കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള ഏറ്റവും വലിയ മറ്റൊരു കണ്ടുപിടുത്തമാണ് തീയുടെ കണ്ടുപിടുത്തം. അഗ്നി എന്നുള്ളത് വലിയ സംഭവമാണ്. മനുഷ്യൻ അതിനെ കണ്ടുപിടിച്ചത് എങ്ങനെയായിരിക്കും എന്ന് ഭാവന ചെയ്യാൻ പറ്റില്ല. അപ്പൊ അഗ്നി അത്രയും നമ്മുടെ സംസ്കാരത്തിലല്ല, ലോകത്തിന് തന്നെ മാതൃക. എന്നുവെച്ചാൽ കണ്ടുപിടുത്തങ്ങളിൽ മാതൃകയാണ് അഗ്നിയുടെ കണ്ടുപിടുത്തം. അതുകൊണ്ടാണ് ഋഗ്വേദത്തിൽ ആദ്യം തന്നെ അഗ്നിയെ സ്തുതിക്കുന്നത്. സേവാഭാരതി ജില്ലാ സേവാ പ്രമുഖ് ഗോവിന്ദൻ മടിക്കെ മുഖ്യപ്രഭാഷണം നടത്തി. സുമാരാഘവൻ, സീതാ വാര്യർ ആലാപന വിധികർത്താക്കളായും വിളക്കുപൂജ കാർമ്മികത്വം സുമാരാഘവനും നിർവഹിച്ചു. സേവാഭാരതി പ്രസിഡന്റ് ഗുരുദത്ത് റാവു, സെക്രട്ടറി ഗീതാ ബാബുരാജ്, ബാലസദനം സെക്രട്ടറി സുനിൽ, സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് ലക്ഷ്മണൻ, ബാലകൃഷ്ണൻ K, അമിത് കുമാർ, രാജു UR, രാധാകൃഷ്ണൻ V എന്നിവർ ആഘോഷത്തിൽ പങ്കെടുത്തു. പ്രസാദ വിതരണത്തോടെ പരിപാടി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ ശ്രീ കണാങ്കോട്ട് ഭഗവതിക്കാവിന്റെ കളിയാട്ടം 2026 ജനുവരി 23-24 തീയതികളിൽ നടക്കും. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു.
പുല്ലൂർ ശ്രീ കണ്ണാങ്കോട്ട ഭഗവതിക്കാവിന്റെ കളിയാട്ടം 2026 ജനുവരി 23, 24 തീയതികളിലായാണ് നടക്കുന്നത്. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെയും ചൈതന്യം നാട് ആധുനികവൽക്കരിക്കുന്നതോടൊപ്പം കൂടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിശ്വാസികളെല്ലാം അവർക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്നതും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ദേവീദേവന്മാരെ ആരാധിക്കുന്നതും പ്രാചീന കാലം മുതൽ നമ്മുടെ മനുഷ്യർ ശീലിച്ചു വരുന്ന ഒരു വിശ്വാസ പ്രമാണമാണ്. അങ്ങനെ ഓരോ പ്രദേശത്തും ക്ഷേത്രങ്ങളായാലും ദേവസ്ഥാനങ്ങളായാലും കാവുകളായാലും അവിടെ കുടികൊള്ളുന്ന ദേവീ ദേവതമാരെ ആരാധിച്ച് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെയും അകറ്റി നിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനകളും അതിനു വേണ്ടിയിട്ടുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും നടത്തുക എന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രാചീന കാലം മുതൽ മനുഷ്യൻ ശീലിച്ചു വരുന്ന വിശ്വാസ പ്രമാണമാണ്. ബ്രഹ്മശ്രീ ശ്രീരാമ മധുരംപാടി തായർ, പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ MV നാരായണൻ, ഷീബ A, MV നാരായണൻ, ജ്യോതി നിവാസ് എന്നിവർ സംസാരിച്ചു. കാവ് ഭരണസമിതി പ്രസിഡന്റ് K ശശിധരൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കാവ് സെക്രട്ടറി പ്രമോദ് P സ്വാഗതവും ട്രഷറർ ഷാജി V നന്ദിയും പറഞ്ഞു. കളിയാട്ട മഹോത്സവം വിജയപ്രദമാക്കി തീർക്കുന്നതിന് 150 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാനായി K ശശിധരനെയും കൺവീനറായി P പ്രമോദിനെയും ട്രഷററായി B ഷാജിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബദിയടുക്ക ചിന്മയ വിദ്യാലയത്തിൽ കായികമേള നടന്നു. ഓരോ മത്സരങ്ങളിലും വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം പങ്കെടുത്തു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുകുമാരൻ കായികമേള ഉദ്ഘാടനം ചെയ്തു. ബദിയടുക്ക ചിന്മയ വിദ്യാലയത്തിൽ വെള്ളി ശനി ദിവസങ്ങളിലായാണ് വാർഷിക കായികമേള നടന്നത്. പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുകുമാരൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ മാനസ, കായികാധ്യാപിക സൗമ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് കായികമേള നടത്തിയത്. അധ്യാപകർ, അനധ്യാപക ജീവനക്കാർ, രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രസ്റ്റിന്റെ പേരിൽ വീട്ടിൽ പിരിവിനെത്തിയ ആൾ 9 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തി. പ്രതിയെ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളച്ചാലിലെ CP ഖാലിദിനെയാണ് അറസ്റ്റ് ചെയ്തത്. സെക്യൂരിറ്റി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യം സെക്യൂരിറ്റി ആൻഡ് അലൈഡ് വർക്കേഴ്സ് യൂണിയൻ CITU അഖിലേന്ത്യാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ അവകാശ ദിനത്തിൽ ധർണ നടത്തി. വികസന പ്രവർത്തനങ്ങളിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അത്യുന്നതയിലാണെന്ന് CH കുഞ്ഞമ്പു MLA. ഉദുമ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന രാഷ്ട്രീയം പറയുന്നത് BJP മാത്രമെന്ന് അഡ്വക്കേറ്റ് VK സജീവൻ. BJP കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി അരൈ കാർത്തിക ബൂത്ത് ഏകദിന കൺവെൻഷൻ നടന്നു. കാഞ്ഞങ്ങാട് CH സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. അണ്ടർ 19 സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് സമാപനം. S ഇഷാനും അമയും ചാമ്പ്യന്മാർ. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ ദീപാവലി ആഘോഷം നടന്നു. നിരവധി ആളുകൾ ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കാനായി എത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.